ഹായ് ഫ്രണ്ട്സ്, പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ കാലമല്ലേ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ നല്ലതുകൊണ്ട് ദോഷങ്ങളുണ്ട്, അതൊന്ന് പറയാൻ വേണ്ടിയാണ്. ഈ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ആക്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോ ഒരുപാട് പേര്, ഞാനടക്കം സ്റ്റാറ്റസ് ഇടുന്നവരാണ്, കട്ട് ചെയ്ത് അവരെ വിശ്വസിക്കരുത്, ഇവരെ വിശ്വസിക്കരുത്, ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് ജീവിക്കുക, അത് കണ്ടാരും മോഹിക്കരുത്. അതാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും അറ്റൻഡ് ചെയ്യരുത്. അത് നിങ്ങൾ നാശത്തിലേക്ക് പോവുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, അവരുടെ ലൈഫ് വേറെ, നമ്മുടെ സാധാരണക്കാരുടെ ലൈഫ് വേറെ. അവർക്കൊന്നും ഇല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആൾക്കാരുണ്ട്, നമ്മളെ കാണിച്ചിട്ടല്ല അവർ ജീവിക്കണത് എന്ന് പറഞ്ഞ പോലെ. ഞാനടക്കം സ്റ്റാറ്റസ് ഇടുന്നതിനോട് പറഞ്ഞതാണ്. ചില കൂട്ടുകാരന്മാർ ഇടാറുണ്ട്, അങ്ങനെ ഉണ്ടാവുന്നത് ക്യാഷിൻ്റെയും പലതിൻ്റെയും ഇടുന്നുണ്ട്. ആ അനുഭവത്തിൽ കൊണ്ട് പറയണേ, സോഷ്യൽ മീഡിയയിൽ പലതും നമുക്കുണ്ട്, നല്ലവരും ചീത്തയുണ്ടാകും. നമ്മൾ അത് കണ്ട് ഒരിക്കലും ഒരാളെ മൈൻഡ് എടുക്കരുത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ഈ അടുത്ത് എൻ്റെ കൂട്ടുകാരന്മാരോട് ഞാൻ ഒരുത്തനോട് പറഞ്ഞു, എടോ ഹെൽപ്പ് എന്ന് പറയണേക്കുമ്പോൾ അവൻ ചിന്തിച്ച് കഴിഞ്ഞു. കാരണം പൈസ എനിക്കൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, ഈ പൈസ എല്ലാം ചേട്ടാ ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കിയിരിക്കണത് അറിയാൻ പാടില്ലായിട്ടാണ്. എനിക്ക് അവനാണ് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തേക്കണം. നമ്മൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. രാവിലെ പകലില്ല അത്രയും നല്ല ഓടി രാത്രി 2 മണിക്ക്, വെളുപ്പിന് 3 മണിക്ക് ഒക്കെ തന്നെ ഓടിയാറുണ്ട്. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, ആരെയും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ചെയ്യണത്. അപ്പം നിങ്ങൾക്കൊരു നാളൊരിക്കലും ഒരു ആപത്ത് വന്നാൽ, എൻ്റെ കാര്യം എടുക്കണ്ട, നാളൊരിക്കലും ആപത്ത് വന്നാൽ ഒറ്റയ്ക്ക് ജീവിക്കാമെന്നുള്ള മൈൻഡില്ലേ, അത് വേണ്ട. ബൈക്കിന് പോകണവനായിരിക്കാം, സൈക്കിളിന് പോകണവനായിരിക്കാം, നടന്നു പോകണവനായിരിക്കും, കാറിന് പോകണവനായിരിക്കാം. നാളൊരിക്കൽ പാതിരാക്ക പകല വണ്ടി ഇടിച്ച് റോട്ടിൽ കിടക്കുമ്പോൾ ഇവർ വേറൊരുത്തൻ 10 പേരൊരാൾ, ചിലപ്പോൾ പരിചയമുള്ളവരായിരിക്കാം, പരിചയമില്ലാത്തവരായിരിക്കാം, അവരായിരിക്കും ചെന്ന് ആശുപത്രിയിൽ എത്തിക്കണത്. എനിക്ക് കൂടെയുള്ളവനെ ഇങ്ങനെ ചെയ്തു തരണമെങ്കിൽ നമ്മൾ ഒരു ആപത്ത് സമയത്ത് ഒരുത്തന്നെ സഹായിക്കാൻ ചെന്ന് സഹായിച്ച്, നമ്മൾ എതിരുള്ളവനാണെങ്കിൽ ചിലപ്പോൾ 10 പേരും ഒരേപോലെ കരുതണമെന്നില്ല. നമ്മൾ ശത്രുത കാണിക്കുന്നവർ തിരിച്ച് ശത്രുത കാണിക്കുന്നവരുണ്ടാവും. ശത്രുതയുള്ളവൻ ചിന്തിക്കണേ, അയ്യോ ഇവനെ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ എൻ്റെ പൈസ ചിലവാകും. ഈ പറഞ്ഞ അതേ നാണയത്തിനോ തിരിച്ചടിച്ചാൽ ആരിക ജീവിതം നഷ്ടം. പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എനിക്കൊരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് കൂടെയുള്ളവൻ പറഞ്ഞതാണ്, എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ പറഞ്ഞാൽ, എന്തിനാണ് നീ ഇങ്ങനെ സഹായിക്കണത്? നീ 1 കിട്ടിയാലും 2 കിട്ടിയാലും 3 കിട്ടിയാലും പഠിക്കും. ഞാനായതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. ഞാനത് മണ്ടനായിട്ടും ബുദ്ധിയില്ലാഞ്ഞിട്ടും ഒന്നുമല്ല. നമ്മുടെ മനസ്സ് നമുക്കത് തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വഴിക്ക് കിട്ടും. ഇതിൻ്റെ മുകളിലൊരാൾ, നമ്മൾ ദൈവം വിശ്വാസിയല്ലേ, ദൈവത്തിനെ വിശ്വസിക്കണവനാണ്. ദൈവമായിട്ട് വേറൊരു രീതിയിൽ നമുക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് പറഞ്ഞാൽ, നിങ്ങൾ ഒരാളെയും നമുക്ക് ആരുമില്ല, ഒറ്റയ്ക്ക് ജീവിക്കാം എന്നുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക്. വീട്ടിൽ കല്യാണം വരാം, മരിപ്പ് വരാം, പല ഫങ്ഷനും വരാം. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ആ കൂടെ ഒരാളില്ലാതെ, കൂടെയുള്ള കുറച്ച് പേരില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ മരണം പോലും എടുക്കണമെങ്കിൽ, നമ്മൾ വഴി കിടന്ന് മരിച്ചാലും, വഴി കിടന്ന് ആക്സിഡൻ്റ് ആയാലും 3-4 പേര് വേണ്ട നമുക്ക് ഒരു ആശുപത്രിയിൽ എത്തിക്കാൻ, മരിച്ചവനെ പൊക്കിക്കൊണ്ടുപോകാൻ. അപ്പോൾ മരിച്ചവനറിയില്ല, മനസ്സിലായ? അപ്പോൾ പരമാവധി സൗഹൃദത്തിലാവുക. അല്ലാതെ നമ്മൾ ഒരാളെ നോട്ടം കൊണ്ട് അവൻ ശരിയല്ല, അവനിങ്ങനെ ചിന്തിക്കും. നാളെ കടലാസ് കഷ്ണം എന്ന് ചിന്തിക്കണവനായിരിക്കും, ഒരു വലിയില്ലാത്തവനായിരിക്കും നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടാകണത്. അത് സോഷ്യൽ മീഡിയ പലതും അവിടെ നടക്കും. ഇൻസ്റ്റാഗ്രാമടക്കം, യൂട്യൂബ് അടക്കം, ഫേസ്ബുക്ക്, പലതും പല രീതിയിൽ പറയും. ആക്ടേഴ്സ് കഴിക്കണ ഭക്ഷണം നമ്മൾ കഴിക്കണത്, ആക്ടേഴ്സ് ചെയ്യണ പോലെയാണ് നമ്മൾ ചെയ്യണത്. അവരുടെ ജീവിതശൈലി വേറെ, നമ്മുടെ ജീവിതശൈലി വേറെ. നമ്മൾ മേടിക്കുന്ന ചിലപ്പോൾ 10 രൂപ ബിസ്ക്കറ്റ് മേടിക്കുന്ന സമയത്ത് ഒരു 10 രൂപ ബിസ്ക്കറ്റ് മേടിക്കുമോ? ഇല്ല, അവർ 100 രൂപയുടെ ബിസ്ക്കറ്റ് മേടിക്കും. അവർക്ക് ക്വാളിറ്റി കൂടുതലുള്ള മേടിക്കാൻ കഴിക്കുള്ളൂ. നമുക്ക് ചിലപ്പോൾ സാധാരണക്കാരായിരിക്കാം. അപ്പോൾ അവർക്കത് ക്വാളിറ്റി, നമുക്കത് പറ്റില്ലായിരിക്കും, ജീവിക്കാൻ വേണ്ടി പറ്റില്ല, നമ്മൾ സാധാരണക്കാരല്ലേ. അതുകൊണ്ട് ഒരാളെയും കടലാസ് കഷ്ണമായ പോലും നമുക്ക് വില തന്നെ ഒരാളാണ്. അപ്പോൾ അവനെ പുച്ഛിക്കരുത്, പരമാവധി സ്നേഹത്തിലാവുക. അവരങ്ങനെ ചെയ്തല്ലേ, ഇങ്ങനെ ചെയ്തല്ലേ. നമ്മൾ വാശിയും വൈരാഗ്യവും ഒഴിവാക്കുക, സ്നേഹത്തോടെ പോവുക. എനിക്കിതാണ് ഇപ്പോൾ പറയാനുള്ളത്. സ്വന്തം അനുഭവത്തിൽ കിട്ടുമ്പോൾ ഓരോരുത്തർ നമുക്ക് ഇൻസ്പിറേഷനായിട്ട് പറയുള്ളൂ. സ്വന്തം അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എനിക്കൊരുപാട് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരാൾ ഇതേപോലെ ആക്സിഡൻ്റായി. എല്ലാവരും ചുറ്റും കൂടി നിൽക്കണേ ഉള്ളു, കാര്യം എടുത്തില്ല. ഞാൻ എൻ്റെ ഇടയ്ക്ക് കയറി അയാളെ കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ച്. ആശുപത്രിയിൽ വെച്ച് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെ വിട്ടില്ല, പോകാൻ പറ്റില്ല, ഒരാളെ ആക്കിയിട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയം വൈകിയപ്പോൾ എൻ്റെ ജോലി പോയി. സമയം വൈകി ചേരാൻ വേണ്ടി ന്യായമൊന്നും കേൾക്കണം, ഞാൻ പറയണ എന്താണെന്ന് കരുതിയില്ല. എന്നിട്ട് അവിടെ നിന്ന് സത്യം മനസ്സിലാക്കി എന്നെ വിളിച്ച്, എനിക്ക് ആ ജോലി വേണ്ടെന്ന് വെച്ച്. അത് തിരിച്ച് വിളിച്ചിട്ട് പോലും എനിക്കത് വേണ്ട, കാരണം നമ്മൾ മനസ്സിലാക്കിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ,
നമുക്കൊരു ജോലി, നമ്മൾ എന്ത് ജോലിയും ചെയ്ത് ജീവിക്കും എന്നുള്ള മൈൻഡുള്ളതാണ് ഞാൻ. എല്ലാവരും ഒരേപോലെ ഇരിക്കണമെന്നില്ല. നമുക്ക് ജോലി എടുക്കാതെ ജീവിക്കാനും പറ്റില്ല. എന്തിനു വേണം, പൈസ വേണം. പക്ഷേ നമ്മൾ ആൾക്കാരെ അതേപോലെ കാണരുത്. അപ്പോൾ എല്ലാവർക്കും ഇത് എനിക്ക് പറയാനുള്ളത്. സന്തോഷത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ പോവുക. നമ്മൾ ഒരാളെയും പുച്ഛിക്കരുത്.